ഒരു നോക്ക് കണ്ടോളൂ, ചിരിക്കരുതേ. ഇന്നൊരു സംഭവം നടന്നു. അത് അങ്ങയുടെയും സഭയുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? നിയമസഭാ മാർച്ച്. ആ മാർച്ച് പോലീസ് നേരിട്ടത് അവര് ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് പക്ഷെ വളരെ വിചിത്രമായ ഒരു സംഭവം ഉണ്ടായത്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ഈ വെള്ളമാണ് ഈ ചീറ്റിയത്. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാണോ? ഇത് തീർത്തും കലക്കവെള്ളമാണ്. ഇന്നത്തോടെ ഈ കണിക്കൊരു തീരുമാനമാകും. ഇത് കലക്കവെള്ളമാണ്, ഏതോ തോട്ടിൽ നിന്നെടുത്ത വെള്ളമായി. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ഇന്നലെ ഈ സഭയിൽ കലക്കവെള്ളത്തിന്റെ ഒരു കുപ്പിയുമായി പ്രതിപക്ഷ നേതാവ് വന്നു. മെട്രോ മനോരമയിൽ ഇതാ ചിത്രം സഹിതം ഒരു വാർത്ത വന്നിരിക്കുക. മെട്രോ വാർത്ത KP ജയചന്ദ്രൻ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ എടുത്തിരിക്കുന്ന ചിത്രമാണ്. ഇവൻ നമ്മൾ നാണം കെടുത്തുന്നതാണ് കേട്ടാ. ഇവനെവിടെ കൊന്നാലേ. റോട്ടിൽ നിന്ന് വെള്ളം, കലക്കവെള്ളം കോരിയെടുത്ത് എന്നെ നാണം കെടുത്തരുത്. ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയാണ്, അത് പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഒരിക്കലും കാലാഹരണപ്പെട്ടതല്ല, അത് കൊണ്ടു നടക്കാനും നടപ്പാക്കാനും ഉള്ളവരാരും ഇപ്പൊ ഇല്ല. ചൈനയിലും ക്യൂബയിലും കൊറിയയിലും വിയറ്റ്നാമിലും ഉള്ളത് അത് അവരൊരു പരുവത്തിൽ കൊണ്ടു നടക്കുന്നു. ബാക്കിയെല്ലാം ഇവിടെ ആരാ ഉള്ളത്? ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? ആരുമില്ല. ഈ പറയുന്നതൊന്നും കമ്മ്യൂണിസ്റ്റമേ അല്ല. നമ്മുടെ തന്നെ ബഡ്ജറ്റാണ്. അതിനെക്കുറിച്ച് ഇനിയും ഞാൻ ഒരുപാട് ഇവിടെ നിന്ന് പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല. വേണമെങ്കിൽ ഇന്ന് ഈ ബഡ്ജറ്റ് ലോകമെങ്ങും വിളങ്ങിയിടാൻ ധനകാര്യമന്ത്രി തന്നെ എന്ന് പറയുന്ന ഒരു പാട്ടിനൊക്കെ സ്കോപ്പുണ്ട്. ധനകാര്യമന്ത്രി തന്നെ എന്ന് പറയുന്ന ഒരു പാട്ടിനൊക്കെ സ്കോപ്പുണ്ട്. താൻ ഇടം കൊണ്ടിടാത്ത ഒരു കാര്യവുമില്ലല്ലോ. എന്തൊക്കെയായിരുന്നു ഒരു ഒളിമ്പിക്സിനുള്ള തയ്യാറെടുപ്പായിരുന്നു. എല്ലാം